നമുക്കിനി ഇൻഡസ്ട്രിയൽ പോളിസി 1990 നോക്കാം. The Janata Dal government announced a new industrial policy on May 31st, 1990. Its salient features are as follows. Janata Dal government announced ചെയ്ത പുതിയ ഇൻഡസ്ട്രിയൽ പോളിസി അത് 1990 May 31st അനൗൺസ് ചെയ്തത്. അതിൻ്റെ സാലന്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, the investment ceiling in plant and machinery for small scale industry fixed in 1985 was raised from the present 35 lakhs to 60 lakhs. ആദ്യമേ ഈ പ്ലാന്റ് ആൻഡ് മെഷീനറി സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിൻ്റെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യമേ 1985 അതൊരു ഫിക്സ് ചെയ്തിരുന്നു. അത് 35 lakhs ആയിരുന്നു ഫിക്സ് ചെയ്തിരുന്നത്. അത് ഇൻക്രീസ് ചെയ്തു, 60 lakhsലേക്ക് ഇൻക്രീസ് ചെയ്യും. ആൻഡ് കറസ്പോണ്ടിംഗ്ലി ഫോർ ആൻസിലറി യൂണിറ്റ്സ് ഫ്രം 45 lakhs to 75 lakhs. അതുപോലെ തന്നെ ആൻസിലറി യൂണിറ്റ്സിന് അവരുടെ പ്ലാന്റ് ആൻഡ് മെഷീനറിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് 45 lakhs വരെ ആവായിരുന്നു. അതും ഇൻക്രീസ് ചെയ്ത് 75 lakhsലേക്ക് കൊണ്ടുവന്നു. യൂണിറ്റ്സ് വിത്ത് അറ്റ്ലീസ്റ്റ് 30% ഓഫ് ആനുവൽ പ്രൊഡക്ഷൻ ഫോർ എക്സ്പോർട്ട് വുഡ് ബി പെർമിറ്റഡ് ടു സ്റ്റെപ്പ് അപ്പ് ദെയർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്ലാന്റ് ആൻഡ് മെഷീനറി ടു 75 lakhs. അതുപോലെ തന്നെ ഒരു യൂണിറ്റ്സ് അവരുടെ ആനുവൽ പ്രൊഡക്ഷൻ്റെ 30% എക്സ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അവർക്കും അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് 75 lakhs വരെ പെർമിഷൻ കൊടുത്തിരുന്നു. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ceiling in respect of tiny units would be increased from present 2 lakhs to 5 lakhs. Tiny units, ചെറിയ യൂണിറ്റ്സിൻ്റെയൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് അത് നിലവിലുള്ള 2 lakhs നിന്ന് 5 lakhs ആയിട്ട് ഇൻക്രീസ് ചെയ്തു. തേർഡ് ഫീച്ചർ, presently 836 items have been reserved for exclusively manufacture in the small scale sector. നിലവിൽ 836 ഐറ്റംസ് സ്മോൾ സ്കെയിൽ സെക്ടർ മാത്രം മാനുഫാക്ചർ ചെയ്യാനായിട്ട് അവർക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്തിരിക്കുമായിരുന്നു. എഫേർട്സ് വുഡ് ബി മെയ്ഡ് ടു ഐഡൻറ്റിഫൈ മോർ ഐറ്റംസ് അമനബിൾ ടു സിമിലർ റിസർവേഷൻ. അതുപോലെ തന്നെ നമുക്ക് റിസർവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന അതുപോലത്തെ സിമിലർ ആയിട്ടുള്ള ഐറ്റംസും കൂടെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടികളും ആരംഭിച്ചു. A new scheme of central investment subsidy exclusively for the small scale sector in rural and backward areas capable of generating higher level of employment at a lower capital cost would be implemented. പുതിയ ഒരു സ്കീം സെൻട്രൽ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡി എന്ന് പറയുന്നൊരു പുതിയ സ്കീം കൊണ്ടുവന്നു. അത് പ്രധാനമായിട്ടും റൂറൽ ഏരിയാസ് അതുപോലെ തന്നെ ബാക്ക്വേർഡ് ഏരിയാസിലുള്ള സ്മോൾ സ്കെയിൽ സെക്ടറിന് വേണ്ടിയിട്ടായിരുന്നു ഇത് ലക്ഷ്യം വെച്ചിരുന്നത്. കേപ്പബിൾ ഓഫ് ജനറേറ്റിംഗ് ദെയർ ഹയർ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് അറ്റ് എ ലോവർ ക്യാപിറ്റൽ കോസ്റ്റ് വുഡ് ബി ഇംപ്ലിമെൻറ്റഡ്. അങ്ങനെയുള്ള യൂണിറ്റ്സിന് ബാക്ക്വേർഡ് ഏരിയാസിലും അതുപോലെ റൂറൽ ഏരിയാസിലുള്ള സ്മോൾ സ്കെയിൽ സെക്ടറിന് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് തൊഴിലവസരങ്ങൾ കുറഞ്ഞ ക്യാപിറ്റൽ കോസ്റ്റിൽ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളവർക്ക് തന്നെ ഒരു സെപ്പറേറ്റ് സബ്സിഡി സെൻട്രൽ ഇൻവെസ്റ്റ്മെൻറ്റ് സബ്സിഡി എന്ന് പറയുന്ന പുതിയ സ്കീം കൂടെ ഈ IPR 1990 കൊണ്ടുവന്നു. With a view to improve the competitiveness of the products manufactured in the small scale sector, programs for modernization and upgradation of technology would be implemented. അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ സെക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിൻ്റെ അതിൻ്റെ കോമ്പറ്റീറ്റീവ്നെസ് അവരുടെ എതിരാളികളുമായിട്ട് പിടിച്ചു നിൽക്കത്തക്ക രീതിയിലുള്ള അതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്ന ടെക്നോളജീസിലൊക്കെ കുറച്ചും കൂടെ മോഡേണൈസേഷൻ അതുപോലെ തന്നെ അപ്ഗ്രഡേഷനൊക്കെ കൊണ്ടുവരാനുള്ള പദ്ധതികളൊക്കെ ഈ IPR 1990 കൊണ്ടുവന്നു. A new apex bank SIDBI has been established to ensure adequate and timely flow of funds for the small scale industry. പുതിയൊരു ബാങ്ക് കൂടെ തുടങ്ങി SIDBI. അത് സ്മോൾ സ്കെയിൽ സെക്ടറിന് കറക്റ്റ് ടൈമിൽ അവർക്ക് ഫണ്ടൊക്കെ അവൈലബിൾ ആകുന്ന രീതിയിൽ അതിന് വേണ്ടിയിട്ടൊരു സെപ്പറേറ്റ് ബാങ്ക് വരെ തുടങ്ങി. The existing regime of fiscal concession would be reviewed to provide sustained support to the units in the small scale sector and to remove the disincentive for their gradation and further growth. Existing regime of fiscal concession would be reviewed to provide sustained support to the units in the small scale sector. Small scale sectorൽ പ്രവർത്തിക്കുന്ന യൂണിറ്റ്സിന് കുറച്ചും കൂടെ സ്ഥിരതയുള്ള സപ്പോർട്ടൊക്കെ കൊടുക്കത്തക്ക രീതിയിൽ നിലവിലുള്ള ഫിസിക്കൽ കൺസെഷൻസ്, അതായത് ഗവൺമെൻറ്റിൻ്റെ ചില പോളിസീസിലുള്ള കൺസെഷൻ ഒക്കെ വരുത്തി അതൊന്നുകൂടെ റിവ്യൂ ചെയ്തു.
and to remove the disincentive for their gradation and further growth. അതുപോലെ തന്നെ അവരുടെ ഗ്രേഡിങ്ങിനും ഗ്രോത്തിനും വേണ്ടിയിട്ടുള്ള ഇൻസെൻറ്റീവ്സ് ഒക്കെ കൊടുക്കാനായിട്ടും റിമൂവ് ഡിസിൻസെൻറ്റീവ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് അതിന് വേണ്ടിയിട്ടുള്ള തടസ്സങ്ങളൊക്കെ റിമൂവ് ചെയ്യുക എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. An exercise will be undertaken to identify location in rural areas endowed with adequate power supply, and intensive campaigns would be launched to attract sustainable entrepreneurs, provide all other inputs, and foster small scale and tiny industries. And an exercise will be undertaken to identify locations in rural areas. റൂറൽ ഏരിയാസിന് ആവശ്യത്തിനുള്ള പവർ സപ്ലൈ ഒക്കെ ഉള്ള റൂറൽ ഏരിയാസ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നല്ല ഇൻറ്റൻസീവ് ആയിട്ടുള്ള ക്യാമ്പയിൻസ് ഒക്കെ അവിടെ ലോഞ്ച് ചെയ്യാനായിട്ടും ആ റൂറൽ ഏരിയാസിൽ കൊണ്ടുവരാനായിട്ടുള്ള എന്തിനു വേണ്ടിയിട്ടാണ് നല്ല എൻ്റർപ്രനേഴ്സിനെയൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്രൊവൈഡ് ഓൾ അതർ ഇൻപുട്സ് ആൻഡ് ഫോസ്റ്റർ സ്മോൾ സ്കെയിൽ ആൻഡ് ടൈനി ഇൻഡസ്ട്രി. അതുപോലെ തന്നെ സ്മോൾ സ്കെയിലും ടൈനി ഇൻഡസ്ട്രീസിനെയൊക്കെ കുറച്ചും കൂടെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനായിട്ട് അവർക്ക് കൂടുതൽ പ്രോത്സാഹനങ്ങളൊക്കെ കൊടുക്കാനുള്ള വേണ്ട നടപടികളൊക്കെ തുടങ്ങി. Bureaucratic controls will be reduced on small scale units to avoid unnecessary interference and harassments. അതായത് ഒരുപാട് ഗവൺമെൻറ് ഓഫീസുകളിലൊക്കെ കയറി ഇറങ്ങി നടന്ന് പെർമിഷനൊക്കെ എടുക്കേണ്ട ആ ഒരു കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്തു. ആർക്ക് വേണ്ടിയിട്ട്? സ്മോൾ സ്കെയിൽ യൂണിറ്റ്സിന് വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു അവോയ്ഡ് അൺനെസസറി ഇൻ്റർഫിയറൻസ് ആൻഡ് ഹറാസ്മെൻറ്റ്. അവരുടെ ഹറാസ്മെൻറ്റും അതുപോലെ തന്നെ അവർ പറയുന്ന ആവശ്യമില്ലാത്ത ഇൻ്റർഫിയറൻസ് തടസ്സങ്ങളും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള ബ്യൂറോക്രാറ്റിക് കൺട്രോൾസ് ഒക്കെ കുറച്ചത്. In order to assist the large number of artisans engaged in the rural and cottage industries, the activities of the KVIC and KVI would be strengthened to discharge the responsibility more effectively. In order to assist the large number of artisans engaged in the rural and cottage industry, റൂറൽ ഏരിയാസിലുള്ളതും അതുപോലെ കോട്ടേജ് കുടിൽ വ്യവസായങ്ങളിലും ഒക്കെ പ്രവർത്തിക്കുന്ന ആർട്ടിസൻസിന് കുറച്ചും കൂടെയൊക്കെ സഹായങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ആക്ടിവിറ്റീസ് ഓഫ് ദി KVIC ആൻഡ് KVI വുഡ് ബി സ്ട്രെങ്തൻഡ്. രണ്ട് സംഘടനകളാണ്. അവരുടെ പ്രവർത്തനങ്ങൾ കുറച്ചും കൂടി ശക്തിപ്പെടുത്തി എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഡിസ്കറേജ് ദ റെസ്പോൺസിബിലിറ്റി ഡിസ്ചാർജ് ദ റെസ്പോൺസിബിലിറ്റി മോർ എഫക്റ്റീവ്ലി. അവരുടെ ഉത്തരവാദിത്തങ്ങളൊക്കെ വളരെ എഫക്റ്റീവായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട്. സ്പെഷ്യൽ മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻസ് അറ്റ് ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ലെവൽ ഷാൽ ബി ക്രിയേറ്റഡ് ടു അസിസ്റ്റ് റൂറൽ ആർട്ടിസൻസ് ഇൻ മാർക്കറ്റിംഗ് ദെയർ പ്രോഡക്ട്സ് ആൻഡ് ഓൾസോ ഇൻ സപ്ലൈ ഓഫ് റോ മെറ്റീരിയൽസ്. അതുപോലെ സ്പെഷ്യൽ മാർക്കറ്റിംഗ് ഓർഗനൈസേഷൻ കേന്ദ്രത്തിലും അതുപോലെ തന്നെ സംസ്ഥാന തലത്തിലുമൊക്കെ ആയിട്ട് അതും ക്രിയേറ്റ് ചെയ്തു. ടു അസിസ്റ്റ് റൂറൽ ആർട്ടിസൻസ്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ള സ്പെഷ്യൽ മാർക്കറ്റിംഗ് ഓർഗനൈസേഷനൊക്കെ തുടങ്ങിയത്? ഈ പറഞ്ഞ ഗ്രാമങ്ങളിലൊക്കെ ഉള്ള ആർട്ടിസൻസിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ പ്രോഡക്ട്സും ഒക്കെ മാർക്കറ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ അവർക്ക് കൃത്യസമയത്ത് റോ മെറ്റീരിയൽസ് ഒക്കെ ലഭിക്കത്തക്ക രീതിയിലുള്ള സ്പെഷ്യൽ മാർക്കറ്റിംഗ് ഓർഗനൈസേഷനൊക്കെ തുടങ്ങി. In agro-processing industries, greater success has been achieved where growers and processors have been integrated, as in the case of sugar. അതുപോലെ അഗ്രോ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്, അതായത് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഒക്കെ പ്രോസസ്സ് ചെയ്യുന്ന ഇൻഡസ്ട്രീസിൽ ഗ്രേറ്റർ സക്സസ് ഹാസ് ബീൻ അച്ചീവ്ഡ് വെയർ ഗ്രോവേഴ്സ് ആൻഡ് പ്രോസസ്സേഴ്സ് ഹാവ് ബീൻ ഇൻറ്റഗ്രേറ്റഡ്. എപ്പോഴാണ് അവർ കുറച്ചും കൂടെ സക്സസ് ആയി, കുറച്ചും കൂടെ വിജയം കൈവരിച്ചു? എപ്പോഴാണ്? ഈ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രോ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അത് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് വളർത്തിയെടുക്കുന്ന ആളുകളും അത് പ്രോസസ്സ് ചെയ്യുന്ന ആളുകളും തമ്മിലൊരു ഇൻ്റഗ്രേഷൻ, അവർ തമ്മിൽ കൂട്ടിയോജിപ്പിച്ചു. ആസ് ഇൻ ദ കേസ് ഓഫ് ഷുഗർ, അതായത് പഞ്ചസാരയൊക്കെ ഉണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ ചെയ്യുന്നത് പോലെ അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ അഗ്രോ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസൊക്കെ കുറച്ചും കൂടെ ശക്തി പ്രാപിച്ചു. The industrial policy would especially promote such projects which are organized in close cooperation on the basis of joint ownership. The industrial policy would especially promote such projects. In IPR 1990 പോളിസി
അത്തരത്തിലുള്ള പ്രോജക്ട്സിനൊക്കെ കൂടുതൽ പ്രൊമോട്ട് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ്? വിച്ച് ആർ ഓർഗനൈസ്ഡ് ഇൻ ക്ലോസ് കോഓപ്പറേഷൻ ഓൺ ദി ബേസിസ് ഓഫ് ജോയിൻറ്റ് ഓണർഷിപ്പ്. അത് അങ്ങോട്ടും ഇങ്ങോട്ട് കോപ്പറേറ്റ് ചെയ്ത് രണ്ടുപേരുടെയും ജോയിൻറ്റ് ഓണർഷിപ്പിൽ നടത്തക്ക രീതിയിലുള്ള പ്രോജക്ട്സ് ഒക്കെ ആണ് അവർ പ്രൊമോട്ട് ചെയ്തത്. In sectors where units require licensing, the policy would also encourage location of processing units in rural areas where growers are concentrated. In sectors where units require licensing, license ഒക്കെ ആവശ്യമുള്ള സെക്ടേഴ്സിൽ policy would also encourage location of processing units in rural areas where growers are concentrated. ഈ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളുകൾ എവിടെയാണോ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് അവിടെ ഇതിൻ്റെ പ്രോസസ്സിങ് യൂണിറ്റ് ഒക്കെ തുടങ്ങുവാനായിട്ട് ഉള്ള പദ്ധതികളൊക്കെ ആരംഭിച്ചു. ഇറ്റ് വുഡ് ഹെൽപ്പ് ഇൻ ഡിസ്പേഴ്സൽ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻക്രീസിങ് എംപ്ലോയ്മെൻറ്റ് ഇൻ റൂറൽ ഏരിയാസ്. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രി ഒക്കെ തുടങ്ങാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമായി. അതുപോലെ റൂറൽ ഏരിയാസിൽ എംപ്ലോയ്മെൻറ്റും ഇൻക്രീസ് ചെയ്തു. Agro-processing industry would receive high priority in credit allocation from the financial institution. അങ്ങനെയുള്ള അഗ്രോ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസിനൊക്കെ കൂടുതൽ പ്രയോറിറ്റി, കുറച്ചും കൂടെ പ്രാധാന്യം കിട്ടി. എപ്പോൾ? ഈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്ന് ഈ ക്രെഡിറ്റ് ഒക്കെ കിട്ടാൻ, അതായത് ഫണ്ട് അവൈലബിൾ ആവാനായിട്ട് കുറച്ചും കൂടെ പ്രയോറിറ്റി കിട്ടി. All new units up to an investment of 25 crores in fixed assets in non-backward areas and 75 crores in centrally notified backward areas would be exempted from requirement of obtaining license or registration. അതുപോലെ പുതിയ യൂണിറ്റ്, അത് ഫിക്സഡ് അസറ്റ്സിലെ 25 crores ഒക്കെയാണ് ഇൻവെസ്റ്റ്മെൻ്റ് എങ്കിൽ അത് എവിടെയുള്ളവരാ? നോൺ ബാക്ക്വേർഡ് ഏരിയാസിൽ ഉള്ള ആളുകൾ ഫിക്സഡ് അസറ്റ്സിലെ ഇൻവെസ്റ്റ്മെൻറ്റ് 25 crores വരെ ഉള്ളവർക്കും, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് നോട്ടിഫൈ ചെയ്തിരിക്കുന്ന ബാക്ക്വേർഡ് ഏരിയാസിലുള്ളവർക്കാണെങ്കിൽ 75 crores വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനും അവർക്ക് ഈ ലൈസൻസും രജിസ്ട്രേഷനും ഒക്കെ എടുക്കുന്നതിൽ നിന്ന് അവരെ ഒഴിവാക്കി. For the import of capital goods, the entrepreneur would have entitlement to import up to a landed value of 30% of the ex-factory value of annual production. For the import of capital goods, അതായത് capital goods, machineries ഒക്കെ import ചെയ്യുന്നതിന് entrepreneur would have entitlement to import up to a landed value of 35% of the ex-factory value of annual production. അവരുടെ ആനുവൽ പ്രൊഡക്ഷൻ്റെ എക്സ്-ഫാക്ടറി വാല്യൂവിൻ്റെ 30% വരെയുള്ള ക്യാപിറ്റൽ ഗുഡ്സ് ഒക്കെ എൻ്റർപ്രനേഴ്സിന് ഈസി ആയിട്ട് ഇമ്പോർട്ട് ചെയ്യാം. Import of raw materials and components, imports would be permissible up to a landed value of 30% of the ex-factory value of annual production. അതുപോലെ തന്നെയാണ് റോ മെറ്റീരിയൽസും കമ്പോണൻസിൻ്റെയും കാര്യത്തിൽ അവരുടെ ആനുവൽ പ്രൊഡക്ഷൻ്റെ എക്സ്-ഫാക്ടറി വാല്യൂവിൻ്റെ 30% വരെയുള്ള വാല്യൂസിലുള്ള റോ മെറ്റീരിയൽസും കമ്പോണൻസും അവർക്ക് ഇമ്പോർട്ട് ചെയ്യാം. Entrepreneurs can directly conclude an agreement with the foreign collaborator without any clearance from the government in respect of import of technology. അതുപോലെ തന്നെ ഒരു ഫോറിൻ കൊളാബറേറ്ററുമായിട്ട് എഗ്രിമെൻ്റ് വെച്ചിരിക്കുന്ന ഒരു എൻ്റർപ്രനർക്ക് ഗവൺമെൻറ്റിൽ നിന്നുള്ള ക്ലിയറൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ ഈ ടെക്നോളജിയൊക്കെ ഇമ്പോർട്ട് ചെയ്യാനുള്ള സൗകര്യവും ഏർപ്പാടാക്കി. Investment up to 40% of equity will be allowed on an automatic basis to foreign investors. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് 40% വരെയുള്ള അവരുടെ ഇക്വിറ്റി ക്യാപിറ്റലിൻ്റെ 40% വരെയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യാൻ സാധിച്ചു. The location policy would not be applied to such industry by the central except for location in and around metropolitan city with population above 4 million. For these cities, location will not be permissible within 20 kilometers. Location policy would not be applied to such industries by the central except for location in and around metropolitan city with a population above 4 million. ഈ മെട്രോപൊളിറ്റൻ സിറ്റീസിൻ്റെ അകത്തോ അല്ലെങ്കിൽ അതിന് ചുറ്റുമായിട്ടോ 4 മില്യണോളം പോപ്പുലേഷൻ ഉള്ളവർക്ക് ആ ലൊക്കേഷൻ അതൊഴികെ ബാക്കി ഏത് ലൊക്കേഷനിലും ഒരു ലൊക്കേഷൻ പോളിസിയൊന്നും സെൻട്രൽ ഗവൺമെൻറ് അപ്ലൈ ചെയ്യില്ല. വേറെ ഏത് ലൊക്കേഷനിലും ഇൻഡസ്ട്രീസിന് സുഖമായിട്ട് തന്നെ അവരുടെ ഇൻഡസ്ട്രീസ് തുടങ്ങാം.
For these cities, location will not be permissible within 20 crores. അങ്ങനെയുള്ള സിറ്റീസിൽ 20 കിലോമീറ്ററിന് ചുറ്റളവിൽ ആ ഒരു ഇൻഡസ്ട്രീസ് ഒന്നും തുടങ്ങാൻ പറ്റില്ല. Export oriented units and units to be set up in export processing zones will be relicensed up to an investment limit of 75 crores. എക്സ്പോർട്ട് ഓറിയൻറ്റഡ് യൂണിറ്റ്സ്, അതായത് എക്സ്പോർട്ടിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന യൂണിറ്റ്സ്, അവർ എക്സ്പോർട്ട് പ്രോസസ്സിംഗ് സോൺസിലാണ് യൂണിറ്റ്സ് തുടങ്ങുന്നതെങ്കിൽ അവർക്ക് ലൈസൻസ് ചെയ്യണം. 75 ക്രോഡ്സ് വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിന് പുതിയ ലൈസൻസ് എടുക്കണം. ഇത്രയാണ് IPR 1990.